ഇന്ന് ഒരു സന്തോഷകരമായ ദിവസമാണ്. NDAൻ്റെ വളർച്ചയ്ക്കും NDAൻ്റെ എക്സ്പാൻഷൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോണിൻ്റെ ഒരു ദിവസമാണ്. ANR പറഞ്ഞ പോലെ NDA വളരുന്നു. ഒരു 2-3 ആഴ്ച മുമ്പ് 2020 എന്ന പാർട്ടി NDAൻ്റെ ഭാഗമാവുന്നു. ഇന്ന് നാഷണൽ ഫാർമേഴ്സ് പാർട്ടിയും JRSും ഒന്ന് ഒരു പഴയ പാർട്ടിയാണ്, ഒന്ന് ഒരു പുതിയ പാർട്ടിയാണ്. പക്ഷേ രണ്ടും ഒരു വികസിത കേരളത്തിൻ്റെ വികസനവും കേരളത്തിന് മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇന്ന് NDAൻ്റെ ഭാഗമാവുന്നു. ഈ വികസിത കേരളം എന്ന കാഴ്ചപ്പാടും സുരക്ഷിത കേരളം എന്ന ഞങ്ങളുടെ ഒരു ലക്ഷ്യവും വിശ്വാസ സംരക്ഷണം എന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഭാഗം അതെല്ലാം ഒരു കാഴ്ചപ്പാടായിട്ട് അതിന് ഒരു പിന്തുണ തന്ന് NDAനെ ശക്തമാക്കുന്ന ഇന്ന് ഒരു ചടങ്ങാണ്. ഇന്ന് ഇതേ സമയം ആദ്യമായി NDA ചെയ്യുന്ന ഒരു NDA ലീഡർഷിപ്പ് ക്യാമ്പ് സൈഡിൽ നടക്കുന്നു. അത് നല്ല അറ്റൻഡൻസ് ഉള്ള എല്ലാ ജില്ലയിൽ നിന്നും മണ്ഡൽ തലത്തും ശക്തി കേന്ദ്ര തലത്തും ബൂത്ത് തലത്തും പ്രവർത്തകർ ഇന്ന് NDAൻ്റെ പ്രവർത്തകർ വന്ന് ഒരുമിച്ച് ഞങ്ങളുടെ ഒരു സങ്കല്പവും ഞങ്ങളുടെ ഒരു ദൗത്യം മാറ്റം കൊണ്ടുവരാനാണെന്ന് തീരുമാനിക്കാൻ പാരലായിട്ട് ഒരു ക്യാമ്പ് നടക്കുന്നു. ഈ ഇലക്ഷൻ NDA, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഇന്നും പറയുന്നു, NDA വലിയ ഒരു നിർണായകമായ ഇലക്ഷനായിട്ട് കാണുന്നു. നാടിൻ്റെ ഭാവിക്ക് വേണ്ടി ഒരു നിർണായകമായിട്ട് ഇലക്ഷനായിട്ട് കാണുന്നു. കുട്ടികളുടെ ഭാവി, വികസനത്തിൻ്റെ ഭാവി. എന്നിട്ട് CPMും കോൺഗ്രസും ഒന്നായി തുടരാം എന്ന് പറയുമ്പോൾ, കടത്ത് പുറക്ക് എന്ന് പറയുമ്പോൾ അത് കറക്റ്റാണ്. കടത്ത് പുറത്ത് എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഇതുവരെ മാറി ഭരിച്ച പാർട്ടീസാണ്. രണ്ടുപേരും ഇവിടുന്ന് പുറത്ത് കടക്കണം. അല്ല, നോക്കൂ, ഇത് ഫലം കൊണ്ടുവരുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ സ്വാഗതം ചെയ്യുന്നത് ഒരു പാർട്ടി മാത്രമല്ല, ഈ വികസിത കേരളം എന്ന് ഞങ്ങൾ മുമ്പിൽ വെക്കുന്ന കാഴ്ചപ്പാടിന് കിട്ടുന്ന പിന്തുണ, അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ നാഷണൽ ഫാർമേഴ്സ് പാർട്ടി അവർ വെച്ച വിഷൻ ഡോക്യുമെൻറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതിൽ എത്രയോ കാലമായിട്ട് ഇവിടെ പരിഹരിക്കാത്ത പ്രശ്നങ്ങളില്ലേ? മാറി ഭരിച്ച കോൺഗ്രസും CPM ഈ പ്രശ്നങ്ങളൊന്നും പുതിയ പ്രശ്നങ്ങളല്ല. അപ്പോൾ ഇത് ഒരു വിൻഡിക്കേഷനാണ്. കഴിഞ്ഞ 11 കൊല്ലം നരേന്ദ്രമോദിജി രാജ്യത്തിൽ കൊണ്ടുവന്ന വികസനം ഇവിടെയും ജനങ്ങൾ ആഗ്രഹിക്കുന്നു. നാഷണൽ ഫാർമേഴ്സ് പാർട്ടി ആ ബേസിസിലാണ് NDAൻ്റെ ഭാഗമാവുന്നത്. അവർ അമിത്ഷാജിനെ കണ്ടപ്പോൾ ഒരു മെമ്മറാൻഡം കൊടുത്തു. ഇത് ഞങ്ങൾ പഠിച്ചു, ഇതെല്ലാം പരിഹരിക്കാൻ BJP NDAക്ക് മാത്രമേ കഴിയുള്ളൂ. അതൊന്ന്. രണ്ടാമത്തെ നോക്ക്, ഇതിൽ ബിഗ് ബ്രദറോ വലിയേട്ടനോ ചെറിയേട്ടനോ ആരുമില്ല. നമ്മളെല്ലാവരും ഒരു നല്ല ഭാവിക്ക് വേണ്ടി അധ്വാനിക്കുന്ന പ്രവർത്തകരാണ്. അത് BJPൻ്റെ പ്രവർത്തകരാണോ, NFPൻ്റെ ആണോ, BDJസിൻ്റെ ആണോ, 2020ൻ്റെ ആണോ, ഞങ്ങളെല്ലാവരും ഈ ഇലക്ഷൻ കാണുന്നത് ഞങ്ങൾക്ക് ഈ ഒരു പൊസിഷൻ വേണമെന്നോ അതിന് പവർ പിടിക്കണമെന്നോ, ഇതെല്ലാം ഒരു രാഷ്ട്രീയ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെയും ലെഫ്റ്റിൻ്റെയാണ്. ഞങ്ങളുടെ ഒരുമിച്ച് ഞങ്ങൾ കാണുന്നത് എന്താ? ഈ നാടിനെ നന്നാക്കണം. ഈ നാടിൻ്റെ സാധ്യത, എത്രയോ സാധ്യതയുണ്ട്, അതിനെ യാഥാർത്ഥ്യമാക്കണം. ഒരുമിച്ച് നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം. അപ്പോൾ ആ ഒരു ഫിലോസഫിക്കൽ അതിലൊരു കൺവെർജൻസ് കാണുമ്പോൾ, ആ രാഷ്ട്രീയം, വികസന രാഷ്ട്രീയത്തിൽ കൺവെർജൻസ് കാണുമ്പോൾ NDA വളരുന്നു. NDAയിൽ മറ്റു പാർട്ടികൾ ചേരുന്നു, അവരെ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ വലിയേട്ടൻ ചെറിയേട്ടനോ ഒരു പൊസിഷനോ മറ്റേ പൊസിഷനോ അങ്ങനെ നോക്കിയിട്ടല്ല ഞാനും ചെയ്യുന്നില്ല, ആരും ചെയ്യുന്നില്ല. അല്ല, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് അതിൽ വരാം. എന്തോ നോക്കൂ, ഇതെല്ലാം നടക്കും, പേടിക്കണ്ട. ഇലക്ഷന് മുമ്പ് ഇതെല്ലാം ഞങ്ങൾ പൂർത്തിയാക്കും. ഇത് ആരാണ് ഈ സാധാരണ അങ്ങനെ ഏത് ഇലക്ഷനിൽ അങ്ങനെ നടത്തിയത്? ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഒരുമിച്ച് ജയിക്കണം എന്ന് ആണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരുമിച്ച് ഒരു സീറ്റ് ജയിക്കാനല്ല, 2 സീറ്റ് ജയിക്കാനല്ല. ഞങ്ങൾ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് ഭരണത്തിൽ മാറ്റം കൊണ്ടുവരാനും
രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവരാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഇതിൽ ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. ഒരുമിച്ച് ഞങ്ങൾ തീരുമാനിക്കും. 140 സീറ്റിൽ കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. വിന്നബിൾ കാൻഡിഡേറ്റ്സ് ആയിരിക്കും. നമ്മളെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് അത് തീരുമാനിക്കും. അതിൽ പേടി